അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആന്റെ സൂറത്തു മറിയമിൻ്റെ തുടക്ക ഭാഗം നാം കേട്ടു. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ബാക്കിയാണ്. 1 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് ഇന്നലെ ഓതി പരിശീലിച്ചത്. കഴിഞ്ഞ ദിവസം ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യണം, അത് പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا قال رب أنى يكون لي غلام قال رب. നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ കൂട്ടി വായനയാണ് പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂട്ടി ഇങ്ങനെ വായിക്കണം. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ലെവലായി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യേണ്ടതും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പക്ഷേ കൂട്ടി വായന പ്രയാസമുണ്ടാകും. അപ്പോൾ അതൊക്കെ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പരമാവധി എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിനൊക്കെ പുറമെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്താനൊക്കെ സഹായകരമാകും. അതുകൊണ്ടാണ് അതിങ്ങനെ പറയുന്നത് ഇൻഷാ അല്ലാഹ്. قال ربي أنى يكون لي غلام. റബ്ബി നീട്ടണ്ട, അവിടെ അറിയാതെ ചിലപ്പം റബ്ബിന്ന് സാധാരണ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവിടെ അതില്ല. قال رب أنى ശബ്ദുള്ള നൂനാണ്. മണിക്കണം. അന്ന ഒരു അലിഫുണ്ട് അല്ലേ, ഒരു യാ ആണെങ്കിലും യാന്റെ മുകളിൽ ഒരു അലിഫ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് അലിഫായി മാറി. അപ്പോ മണിക്ക അതിന് പുറമെ ഒന്ന് നീട്ടുക. قال رب أنى يكون لي غلام وكانت امرأتي عاقرا വസ്ലിൻ ഹംസയുണ്ട്. വസ്ലിൻ ഹംസ ഉച്ചാരണത്തിൽ വരില്ല. വകാനത് ല്ലേ. ഇനി ഇംറഅതി ഇപ്പൊ നിർത്തിയാണ് ഓതി. ഈ കൂട്ടി വായിക്കുമ്പോ വകാനത് ഇംറഅതി ആഖിറ വഖദ് ബലഗ്തു മിനൽ കിബരി ഇതിയ. മിനൽ കിബരി മിന കണ്ടില്ലേ, മിന പിന്നെയുള്ളത് വസ്ലിൻ ഹംസയാണ്. വസ്ലിൻ ഹംസ ചേർത്തി ഓതാനുള്ളതാണ്. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല അല്ലേ. മിനൽ വഖദ് ബലഗ്തു മിൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അൽ കിബരി ഇതിയ വഖദ് ബലഗ്തു മിനൽ കിബരി ഇതിയ. അലിഫും ലാമും വരുന്ന സ്ഥലത്ത് ഏത് സ്ഥലമായാലും അലിഫും ലാമും വരാണെങ്കിൽ അതിന്റെ മുമ്പത്തെ പദത്തിൽ നിർത്തിയാണെങ്കിൽ ഓതിയിട്ടുള്ളതെങ്കിൽ ഇനി ആ അലിഫും ലാമും മുതലുള്ള തുടക്കത്തിലാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ അൽ എന്ന് വായിക്കേണ്ടത്. ആ അലിഫിന് ആ ഹംസക്കുണ്ടല്ലോ, ആ എന്നാണ് പറയേണ്ടത്. അൽ കിബരി അല്ലേ. ഇവിടെ അതിന്റെ ആവശ്യമില്ല. മിനൽ കിബരി ഇതിയ. قال كذلك قال ربك هو علي هين. അതിന് മുമ്പ് 8ാമത്തെ ആയത്ത് ഒന്നുകൂടി ഓതി നോക്കാം. قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. قال كذلك قال ربك هو علي എന്നല്ല, ആ എന്നല്ല, അലയ്യ ഹയ്യൻ
ഹുവ അലയ്യ അലയ്യ യാ ആണ്. യാന് പുള്ളിയില്ല എങ്കിലും യാ ആണ് വായിക്കേണ്ടത്. അതിന് യാന് ഫത്ത് ഉണ്ടെങ്കിൽ ആ ഒരു പുള്ളി ഇല്ലാതെ ഫത്ത് കൊടുത്താൽ പിന്നെ യാ എന്ന വായിക്കേണ്ടത്. നേരെ മറിച്ച് ആ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഉച്ചാരണത്തിൽ ഫത്ത് കസറൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഉച്ചാരണത്തിൽ വരില്ല. അല എന്ന വായിക്കേണ്ടത്. ഹുവ അല എന്ന വായിക്കേണ്ടത്. ഇവിടെ ഹുവ അലയ്യ ഹയ്യിൻ وقد خلقتك من قبل ولم تك شيئا. വലം എന്ന് ഇദ്ഹാർ ചെയ്യണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം വളരെ സിമ്പിളാണ് നിയമം. സുക്കൂനുള്ള മീമിന്റെ ശേഷമുള്ള അക്ഷരം മീം വന്നാൽ കൂട്ടി യോജിപ്പിച്ച് രണ്ടും കൂടി ഒറ്റ അക്ഷരമാക്കും. എന്ന് പറഞ്ഞാൽ മ പ്ലസ് മ എന്നാണെങ്കിൽ മ എന്നായി അല്ലേ. മ പ്ലസ് ബ എന്നാണെങ്കിൽ ബ എന്നാവും. ബാക്കിയുള്ളതൊക്കെ വെളിവാക്കണം. വലം ചുണ്ടു പൂട്ടണം. വലം തകു ശൈഅ. ആയത്തൊന്നുകൂടി ഓതി നോക്കുക. നമ്മുടെ കൂടെ ഒന്ന് ഓതി നോക്കുക. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال ربي قال ربي ج ജ ജി ജു ജ് അജ് ഇജ് ഉജ് റബ്ബിജ്. അവിടെ അതിന്റെ ഇടയിൽ വസ്ലിൻ ഹംസയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല. ഖാല റബ്ബ് ഇജ്അൽ ലി ആയ ഖാല റബ്ബി ഇജ്അൽ ലി. ലാം പ്ലസ് ലാം അല്ലേ. ആ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്തു, കൂട്ടി യോജിപ്പിച്ചു. അതുകൊണ്ട് അവിടെ ഇദ്ഗാം ചെയ്യേണ്ട സ്ഥലമാണ്. ഇദ്ഗാം ബിഗുന്നല്ല, ഇദ്ഗാം കൂട്ടി യോജിപ്പിക്കുക. അറബി പറഞ്ഞെന്ന് മാത്രം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ആയത്തെ ലാമിനെ ഒറ്റ ലാമായിട്ട് ഉച്ചരിക്കുന്ന അർത്ഥം. ആയത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കും. ഖാല റബ്ബി ഇജ്അൽ ലി. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ നിർത്തേണ്ട ആവശ്യമില്ല. റബ്ബി ഇജ്അൽ അവിടെ നിർത്തി ശ്വാസം വിട്ടു. ഇനിയോ ലി ആയ അപ്പൊ അവിടെ ശബ്ദമായി. ഖാല റബ്ബി ഇജ്അൽ ലി ആയ. പരമാവധി എന്ത് ചെയ്യാ, നമ്മൾ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വായിക്കുക. തുടക്കം മുതൽ എവിടം വരെയാണോ അവസാനം പിന്നെ എന്ത് ചെയ്യുക, പോയിന്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ എന്ത് ചെയ്യുക, പോയിന്റ് ഉള്ളിടത്ത് നിർത്തുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മെല്ലെ ഇങ്ങനെ പോയാൽ മതി. അപ്പൊ എന്ത് ചെയ്യുക, ആ ഓത്താണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ എവിടെ സ്റ്റോപ്പാക്കി നമുക്ക് അങ്ങനെ പോകാൻ അറിയില്ല എങ്കിലും നമ്മൾ മെല്ലെ 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 കുറച്ചീച്ച ഓതാൻ പറ്റുള്ളൂ എങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. അപ്പൊ അത് കൂട്ടി വായനയും പഠിക്കണം, അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് പഠിക്കണം. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂടെ ഇങ്ങനെ ഓതി നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സും വേറെയുള്ള ക്ലാസ്സുകൾക്ക് കേൾക്കുമല്ലോ. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ അത് പഠിക്കാൻ കഴിയും, തീർച്ചയായിട്ടും കഴിയും. നമ്മുടെ ആ ഒരു ഇപ്പം നമ്മൾ ഏകദേശം പ്രത്യേകിച്ച് ക്ലാസ് കാണുന്ന ആളുകളൊക്കെ അധികവും മുതിർന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ പറഞ്ഞാലൊക്കെ തിരിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പം എന്താണ് വിഷയം എന്ന് തിരിയുന്നില്ലേ, അതന്നെ മതി, ആ ഒരു വിഷയം മതി. അത് പിന്നെ ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും. അപ്പം അതിന് എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് ഒരുപാട് ആളുകൾ പ്രയാസം പറയുന്നത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ്. قال رب اجعل لي آية قال رب اجعل لي آية لي آية قال رب اجعل لي آية റബ്ബി ജഅല്ലി ആയ. അവിടെ മദ്ദുണ്ട് അല്ലേ, മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്ന മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള അക്ഷരം അലിഫാണ്, വാവാണ്, യാ ആണ് അല്ലേ. അലിഫ്, യാ, വാവാണ്. അ ആ ഇ ഈ ഉ ഊ ഇങ്ങനെ എഴുതുമ്പോൾ ഓരോന്ന് എഴുതുമ്പം ആ എന്നതിന്റെ കൂടെ അലിഫിടും അല്ലേ, അല്ലെങ്കിൽ മദ്ദാണ് ഇടല്ല. ഇനിയിപ്പോ ബ എന്നാണെങ്കിൽ ബ എന്നതിന്റെ കൂടെ അതിന്റെ കൂടെ ഒരു അലിഫ ഇടൽ ബ അല്ലേ. ബി അതിന്റെ കൂടെ യാ ആണ് ഇടല്, ബൂ വാവാണ് ഇടല്. ഇതാണ് എന്ത്, മദ്ദക്ഷരം. അതിന്റെ കൂടെ വരെ നീട്ടാൻ ഉപയോഗിക്കുന്ന മദ്ദക്ഷരം. ഇവിടെ നീട്ടാൻ ഉപയോഗിച്ച ഈ മദ്ദക്ഷരം യാ ആണ്, ലീ യാ ആണ് അല്ലേ. അവിടെ പുള്ളി ഇല്ല എങ്കിലും യാ ആണ്, ലീ. അതിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഹംസ വരുമ്പോൾ കൂടുതലായിട്ട് നീട്ടേണ്ടി വരും, മദ് മുൻഫസിലി എന്ന് പറയും.
പിന്നെ ഇവിടെ രണ്ടും രണ്ട് വാക്കിലായത് കൊണ്ടാണ് മദ് മുൻഫസിലായത്. ഒരേ വാക്കിലാണ് വരുന്നതെങ്കിൽ എന്ന വാക്കുണ്ടല്ലോ, അത് ഒരേ വാക്കിലാണ്. അപ്പോൾ അത് മദ് മുത്തസിലാണ്. മുത്തസിലായാലും മുൻഫസിലായാലും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ നീട്ടിയാൽ മതി. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ പിന്നെ മദ്ദിൻ്റെ കണക്ക് എത്രയാണെന്ന് നോക്കണ്ട. സാധാരണ നീട്ടുന്നത് ഏറെ കുറച്ച് അല്പം നീട്ടുക. ഖാല റബ്ബി ഇജ്അൽ ലീ ആയതൻ എന്നാണുള്ളത്. എന്നല്ല ആയഹ് എന്നല്ല നിർത്തേണ്ട. ആ രൂപം മനസ്സിലായില്ലേ? ഹാത്താ അല്ലേ? സാധാരണ നമ്മൾ അതിന് പിന്നെ മദ്രസയിലൊക്കെ പഠിക്കുന്നത് ഹാത്താ എന്നുള്ളതാണ്. അത് ഹാത്താ എന്ന് പറയാൻ കാരണം എന്താ? ഒരു ഹാഇന്റെ രൂപത്തിലുള്ള താ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഹാത്താ എന്ന് പറയുന്നത്. സാധാരണ ഒരു മറ്റേ ഇതുപോലത്തെ ഒരാളുണ്ടല്ലോ, പുള്ളി ഇല്ലെങ്കിലും ഇതിന് ഹ ആയിട്ട് മാറല്ലോ, അതിന് മർബൂത്ത് എന്ന് പറയാം. قال آيتك ألا تكلم الناس 3 ليال سويا قال رب اجعل لي آية. സില എന്ന സ്ഥലത്ത് എന്ത് ചെയ്യാൻ നിർത്താം, ചേർത്തി ഓതലാണ് നല്ലത്. അപ്പോൾ നിർത്തിയാലും ചേർത്തി ഓതിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ അത് കൂട്ടി വായിക്കുകയാണ്, പഠിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല, ചേർത്തി ഓതിയാലും കുഴപ്പമില്ല. قال رب اجعل لي آية قال آيتك ألا تكلم الناس قال آيتك آياتك آيتك ألا تكلم الناس 3 ليال سويا ليال سويا إخفاء الأشرار ليال سويا فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا فخرج على قومه ചെറിയാണ് നീട്ടല്. ഹി എന്നതിന് തൊട്ട് മുമ്പും തൊട്ട് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഇല്ല. രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹി എന്നത് നീട്ടുകയില്ല. നീട്ടാനുള്ള കാരണം സുക്കൂൻ ഇല്ല എന്നുള്ളതാണ്. فخرج على قومه من المحراب എന്നല്ല محراب فأوحى إليهم എന്ന് മദ്ദക്ഷരമാണ്. ഹ അല്ലേ, ഒരു അലിഫ വന്നു. ഹ എന്ന് പറഞ്ഞപ്പോൾ അലിഫ വന്നു. ഇവിടെ അലിഫ് വന്നത് ഒരു യാഇന്റെ രൂപത്തിൽ അതിന്റെ മേലെ ഒരു അലിഫിട്ടതാണ്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. അതിനുശേഷം ഇലൈഹിം കണ്ടില്ലേ? മദ്ദക്ഷരത്തിനും ഹംസ വന്നാൽ, ഹംസ എന്ന് പറഞ്ഞാൽ അലിഫിന് ഫത്ഹ കസ്റ ലമ്മ ഇട്ടാൽ പിന്നെ അത് ഹംസയായിട്ട് മാറി, അലിഫല്ല, അത് ഹംസയായിട്ട് മാറി. അപ്പോ ഇങ്ങനെയുള്ള സ്ഥലത്ത് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ കണ്ടില്ലേ, അവിടെ ഹംസയായിട്ട് വന്നാൽ അവിടെ പിന്നെ കൂടുതൽ നീട്ടണം. അതിനാണ് മദ് മുൻഫസിൽ എന്ന് പറയാം. മദ് മുൻഫസിൽ എന്ന് പറയാൻ കാരണം അടുത്ത വാക്കിലായതുകൊണ്ട്. فأوحى إليهم أن سبحوا بكرة وعشيا يا يحيى يحيى അടക്കാൻ പിന്നെ ഒരു അലിഫുണ്ട്, ചെറിയൊരു അലിഫുണ്ട് അല്ലേ? ചെറിയ അലിഫാണെങ്കിലും വലിയ അലിഫാണെങ്കിലും രണ്ടും ഉച്ചാരത്തിന് സമാണ്. സാധാരണ വേറെ വലിയൊരു അലിഫിട്ട് എഴുതിയാലും ഈ ചെറിയ ഒരു അലിഫിട്ട് എഴുതിയാലും യാ എന്ന വായിക്കേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ അലിഫും ലാമും ആണ് വന്നതെങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ, നിർത്തേണ്ട ആവശ്യമില്ല, നിർത്തുകയാണെങ്കിൽ അൽ കിതാബ അലിഫും ലാമും വരുന്ന സ്ഥലത്ത് ആ എന്നാണ് വായിക്കേണ്ടത്. നിർത്തിയിട്ട് ഓതുമ്പോ ആ എന്നാണ് വായിക്കേണ്ടത്. പിന്നെ ഓതുമ്പോ അൽ കിതാബ ബിഖുവ യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ്യാ വആതൈനാഹുൽ ഹുക്മ സബിയ്യാ. ഹു എന്ന് ഇവിടെ നീട്ടാതിരിക്കാനുള്ള കാരണം എന്താണ്? രണ്ട് സ്ഥലത്ത് ലാമിന് സുക്കൂനുണ്ട് അല്ലെ? രണ്ടാലും ഒരു സ്ഥലത്ത് ഉണ്ടായാൽ തന്നെ നീട്ടൂല. ഇവിടെ രണ്ട് സ്ഥലത്ത് സുക്കൂനാണ്. എന്ന് പറഞ്ഞു. നാഹു നാ എന്ന് നീട്ടാൻ ഉപയോഗിച്ചപ്പോൾ
അവിടെ ഉച്ചാരണത്തിൽ വന്ന അക്ഷരം ഏതാ? ഒരു അലിഫാണ് അല്ലേ? നീട്ടാൻ ഉപയോഗിച്ച അലിഫാണ്. നാ എന്ന് പറയുമ്പോൾ ഒരു അലിഫ് വരുമല്ലോ. ആ അലിഫിന് ഫത്തും കസറൊന്നും ഇല്ല, അതുകൊണ്ടാണ് പിന്നെ നാ എന്ന് പറഞ്ഞത്. അപ്പൊ അത് സുക്കൂനാണ്. ഒന്നില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ്. അതിന് ശേഷവും സുക്കൂനാണ്. ലാമിന് സുക്കൂനുണ്ട്. ഹുൽ ഹുൽ ലാമിന് സുക്കൂനാണ്. അപ്പൊ അതുകൊണ്ടാണ് നീട്ടാതിരിക്കാനുള്ള കാരണം. അപ്പൊ ഇതെന്തിനാ പറഞ്ഞു ചോദിച്ചാല്, പിന്നെ സാധാരണ ഖുർആൻ നീട്ടേണ്ട സ്ഥലത്ത് അതിന് ചിഹ്നം ഉണ്ടാവും. പിന്നെ സാധാരണ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ നീട്ടാതിരിക്കാനുള്ള കാരണം മുമ്പ് അല്ലെങ്കിൽ ശേഷമോ സുക്കൂന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് പരീക്ഷയ്ക്ക് വരുന്നതുകൊണ്ടല്ല, അത് നമ്മളെ പാഠത്തിൽ വരുന്നുണ്ട്. അത് ഓതേണ്ട അതിന്റെ നിയമങ്ങളാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാവും. അതിനാണ് ഇപ്പൊ ഈ പറയുന്നത്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സബിയ്യ വഹനാനം മിൻ ലദുന്നാ വസകാതൻ എന്നാണുള്ളത്. അതിനെന്ത് ചെയ്യും, പിന്നെ സുക്കൂൻ കൊടുക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് വഖഫ് ചെയ്യുമ്പോൾ ആ ഹ എന്ന് സൗണ്ടിൽ വരും അല്ലേ? എന്നുള്ളത് അല്ലേ? തൻവീന് ശേഷം മീം വന്നു. നൗമി നൂന് വാവ് മീമ് യാ. തൻവീന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ ഈ നൗമി എന്നതിലെ നൂന് വാവ് മീമ് യാ എന്ന അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാം ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. ഇദ്ഗാം ചെയ്ത് മണിക്കേണ്ട സ്ഥലമാണ് എന്നർത്ഥം. വഹനാനമ്മി എന്ന് പറഞ്ഞ പോരാ, വഹനാനമ്മി കൂട്ടിയോജിപ്പിച്ചു മണിക്കണം. മില്ല സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമ് വന്നു. സുക്കൂനുള്ള നൂനിന്റെ ശേഷം തൻവീന്റെ ശേഷം ലാമ് റോ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. മില്ല എന്ന് പറയാം. മില്ലെന്ന് പറയണ്ട, മില്ല. നേരത്തെ വഹനാനമ്മി എന്നുള്ളടത്തത് നൗമി നൂന് വാവ് മീമ് യാ. ഈ അക്ഷരങ്ങൾക്ക് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. ലം റാഉം വന്നാൽ കൂട്ടി യോജിപ്പിക്കാതെ പിന്നെ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. നേരത്തെ ഉള്ളിടത്ത് മണിക്കണം എന്നർത്ഥം. മണിച്ചിട്ട് കൂട്ടി യോജിപ്പിക്കുക, ഇവിടെ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. ഒന്ന് നോക്കി, വഹനാനം മില്ലദുന്ന അവിടെ മണിക്കാൻ മറക്കരുത്. മില്ലദുന്ന വഹനാനം മില്ലദുന്ന അവിടെ മണിക്കുക. കാരണം ശബ്ദുള്ള നൂന് തന്നെ, ശബ്ദുള്ള മീമ എപ്പോഴും മണിക്കുക. വഹനാനം മില്ലദുന്ന വകാന തഖിയ്യ وبرا بوالديه ولم يكن جبارا عصيا. وبرا എന്ന് തൻവീനാണുള്ളത്. തൻവീന്റെ ശേഷം ബാ വന്നു. ബാ വന്നാൽ നേരത്തെ പറഞ്ഞു മീമിന്റെ ശേഷം അല്ലേ? മീമിന്റെ ശേഷം ഇവിടെ തൻവീനാണ്. തൻവീന്റെ ശേഷം ബാ വന്നാൽ തൻവീനെ മറിച്ച് മീമാക്കി കൊടുക്കണം. അതിനാണ് അതിന്റെ മേലെ ഒരു ചെറിയ മീമിന്റെ ചിഹ്നമുള്ളത്. വബറൻ എന്നുള്ളത് വബറം എന്നാക്കി കൊടുക്കണം. ബ ആണ്, അപ്പൊ ഇഖ്ഫ ചെയ്യണം. എന്ന് പറഞ്ഞാൽ തൻവീന്റെ ശേഷം ബ വന്നാൽ തൻവീനിനെ മറിച്ച് നൂനിന് അതിലുള്ള ബറൻ എന്നതിലെ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക. അതിന്റെ പേരാണ് ഇഖ്ലാബ് എന്നാണ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ, ഈ പിന്നെ അവിടെ വബറൻ എന്നുള്ളത് വബറം എന്നായി. അപ്പൊ സുക്കൂനുള്ള മീമായി. സുക്കൂനുള്ള മീമിന്റെ ശേഷം പിന്നെ ബ വന്നാൽ ഇഖ്ഫ. നേരത്തെ പറഞ്ഞു സുക്കൂനുള്ള മീമിന്റെ ശേഷം നിയമം മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന. മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ. ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മീമാക്കി മറിച്ചാൽ പിന്നെ ഇവിടെ മീമായി മാറി അല്ലേ? അപ്പൊ മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ ചെയ്യണം. വബറംബി. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാ, ഇങ്ങനെ ചെറിയ മീമ് താഴോട്ട് പോയ മീമുണ്ടല്ലോ, കണ്ടില്ലേ ചിഹ്നം? ആ മീമിന്റെ ചിഹ്നം, അതിന്റെ വാല് താഴോട്ട് പോയതിന്റെ ചിഹ്നം. ആ ചിഹ്നം എവിടെ കണ്ടാലും അവിടെ എന്ത് ചെയ്യണം? വബറം ബിവാലിദൈഹി
വലം എന്ന് വെളിവാക്കണം, ഇദ്ഹാറാണ്. വലം യകുൻ ജബ്ബാറൻ അസിയ്യാ വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ വസലാമുൻ 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 അലൈഹി അലൈഹി ഹി നീട്ടിയിട്ടില്ല അലൈഹി, കാരണം എന്താ, തൊട്ട് മുമ്പത്തെ അക്ഷരം സുക്കൂനുണ്ട് അല്ലേ. വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ ഹയ്യാ അസിയ്യ തഖിയ്യ സ്വബിയ്യ. തൻവീൻ ഫത്തുള്ളവർക്കൊക്കെ നിർത്തേണ്ട രൂപം ഹയ്യ അസിയ്യ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പഠിച്ചു പോവാ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റോപ്പ് ചെയ്യേണ്ടത് നമുക്ക് പിന്നീട് പഠിക്കാതെ. അതിൽപ്പെട്ടതാണ് അസിയ്യ. തൻവീൻ ഫത്തുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, അസിയ്യ ഹയ്യ തഖിയ്യ സ്വബിയ്യ ബസീറ എന്നൊക്കെ പറയല്ലോ. അപ്പൊ അവിടെ എങ്ങനെയാണ് നിർത്തേണ്ടത്? വസലാമുൻ തൻവീന്റെ ശേഷം ഐന് വന്നു, ഇദ്ഹാർ ചെയ്യണം. വസലാമുൻ തൻവീന്റെ ശേഷം പിന്നെ ഐന് വന്നാൽ ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ ഈ തൻവീനെ വെളിവാക്കണം. വസലാമുൻ മുൻ എന്ന് പറയണം. മുൻ മുൻ വസലാമുൻ. ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ 6 ഹംസ ഐന് വൈന്. ഈ 6 അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ തൻവീന്റെ ശേഷം ഇവിടെ വന്നത് ഐനാണ്, ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമാണ്. അപ്പൊ ഇദ്ഹാർ ചെയ്യണം. വസലാമുൻ വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. ഈ ആയത്ത് ഓതാൻ വളരെ സിമ്പിൾ ആണ്. ഒന്ന് ഓതി നോക്കി. വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. ഇവിടെ കൂട്ടി വായിക്കേണ്ട പിന്നെ പ്രയാസമുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരായത്ത് കൂടി ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വദ്കുർ 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 എന്ന് വായിക്കരുത്. വദ്കുർ 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 ഫിൽ കിതാബി മറിയം. വദ്കുർ വദ്കുർ അലിഫ് ഉച്ചാരണത്തിൽ വരില്ല. വസ്ലിൻ ഹംസയാണ്. വസ്ലിൻ ഹംസയുടെ ചിഹ്നമാണ് ആ സ്വാദിന്റെ ചെറിയ സ്വാദിന്റെ അടയാളം. അത് വദ്കുർ കൂട്ടി വായിക്കേണ്ട സ്ഥലം കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചാരണത്തിൽ വരില്ല എന്നുള്ളതാണ്. ഇവിടെ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല. വദ്കുർ എന്ന് വായിക്കേണ്ട ആവശ്യമില്ല. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. വദ്കുർ ഫിൽ കിതാബി ഫിൽ കിതാബി ഫിൽ കിതാബി എന്ന് വായിക്കരുത്. ഫിൽ കിതാബി മറിയം ഫിൽ കിതാബി മറിയം ഫിൽ കിതാബി മറിയമ ഇദ് ഇൻതബദത് ഇദ് എന്ന് ഉച്ചരിക്കൽ എങ്ങനെ? നാവിന്റെ തലഭാഗം മേലെ പല്ലിന്റെ താഴ്ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ, അതിന്റെ തല നാവിന്റെ തല മേലെ പല്ലിന്റെ താഴ്ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ നാവിന്റെ തലഭാഗം ചെറിയ നിലക്ക് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ. ശരിയാകുന്നില്ലെങ്കിൽ നാവ് ഒന്ന് പുറത്ത് കിട എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കുക. ചെറിയ നിലക്ക് നാവ് പുറത്ത് കിട എന്നിട്ട് പറഞ്ഞു നോക്കുക. രണ്ട് ഒന്ന് ഒന്ന് മിൻ അഹ്ലിഹ. അത് ശരിയാവുന്നില്ലെങ്കിൽ പറഞ്ഞ് പിന്നെ ശീലിപ്പിച്ചാൽ മതി, പ്രയാസമില്ല, പഠിക്കാൻ എളുപ്പമാകും. നാവിന്റെ തലഭാഗം ഒന്ന് പുറത്തേക്ക് ഇടുക. അവിടെ ഇഖ്ഫ ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഇടയിൽ ഒരു വസ്ലിൻ ഹംസയുണ്ട്, പറഞ്ഞതുപോലെ മറക്കരുത്. വസ്ലിൻ ഹംസ മറക്കരുത്. വസ്ലിൻ ഹംസ കൂട്ടി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല. നേരത്തെ പറഞ്ഞു മിൻ സുക്കൂനുള്ള നൂന്റെ ശേഷം ഇദ്ഹാറിന്റെ അക്ഷരമായ ഹംസ വന്നു. ഹംസ ഐന് റൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഹാർ ചെയ്യണം. മിൻ അഹ്ലിഹ മകാനൻ ശർഖിയ്യ. അപ്പോ 16 ആയത്തായി. ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ എന്ത് ചെയ്യണം, പിന്നെ ഞാൻ കുറച്ച് സ്പീഡ് ഇങ്ങനെ കൂട്ടും, തുടക്കമായത് കൊണ്ടാണ്. അതെല്ലാം ഇങ്ങനെ തന്നെ പോയാൽ മതിയോ, എങ്ങനെയൊക്കെ പിന്നെ ക്ലാസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ സാധാരണക്കാരായ ഓതാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇത് തിരിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് പറഞ്ഞാൽ തിരിയുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ
ചിലതേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും കൂടി ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. എങ്കിലും പൊതുവായ നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ആദ്യമേ ഉദ്ദേശിച്ചത് സാധാരണക്കാരായ ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും, അവരെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് നമ്മുടെ ഈ ക്ലാസ് ഉള്ളത്. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക, ക്ലാസ് എന്ത് ചെയ്യുക, ഒന്ന് പിന്നെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചായാലും ക്ലാസ് ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ കൂലി വേറെ കിട്ടും. അതിന് പുറമെ ചില വിഷയങ്ങൾ അറിയാത്തുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അതിനൊന്നും തടസ്സമില്ല. ഞാനും ഒരു മുത്താലിമാണ്, പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ പഠിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. വിശുദ്ധ ഖുർആൻ നമുക്ക് ഒരിക്കലും തന്നെ പഠിച്ച് തീരാൻ സാധ്യമല്ല. എന്നെക്കൊണ്ടാവുന്ന രൂപത്തിലുള്ള ചെറിയ രൂപത്തിലുള്ള ഒരു ക്ലാസ്സാണ് നൽകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നല്ല ഇഖ്ലാസോടുകൂടെ കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കാനും അത് കേൾക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ള ആളുകൾക്കൊക്കെ ഉപകരിക്കുന്ന രൂപത്തിലേക്ക് ഈ ക്ലാസ്സിനെ മാറ്റി പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുകയും ഇതിനൊക്കെ പുറമെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മളെ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക എന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും കിട്ടും. കാരണം ഓരോ അക്ഷരം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം കേട്ടാൽ അത് ഓതിയാൽ ഒക്കെ എത്ര പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ അത് അനുഭവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയധികം പ്രയാസം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഹിഫ്ള്, നല്ല ഓർമ്മശക്തി, നല്ല പഠിക്കാനുള്ള ശേഷി അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് തന്നെ വലിയ ഒരു മഹത്തായ സൗഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ധാരാളം ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം, അതിലേക്ക് മുന്നിട്ടിറങ്ങുക എന്നുള്ളത് അത് തന്നെ അതിന് കൂലി. കാരണം നല്ല ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ തന്നെ നമുക്ക് കൂലിയുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം അതിൻ്റെ പുറമെ അത് ചെയ്യാനും കൂടി സാധിച്ചാൽ എത്രയാണ് അതിൻ്റെ പുണ്യം. അല്ലാഹു തആല ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓതിയതും കേട്ടതൊക്കെ അവൻ സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് ഇതിനൊക്കെ മിസ്ല സവാബിനെ എത്തിച്ചു കൊടുത്ത് അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.